നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ രാഷ്ട്രീയ ചിത്രം വ്യക്തമായ ഇടമാണ് ഇത്തവണ ബേപ്പൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയമസഭാ മണ്ഡലം. മറ്റൊന്നുകൊണ്ടുമല്ല, അവിടെ മുഹമ്മദ് റിയാസിനെതിരെ പോരടിക്കാനെത്തുന്നത് PV അൻവറാണ്. അതായത് CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും റിയാസിനെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ടുവരുന്ന PV അൻവർ രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു. അദ്ദേഹം CPMന്റെ കോട്ടയെ പോലെ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബേപ്പൂരിൽ ഇത്തവണ കളമൊരുകയാണ്. അങ്ങനെ ബേപ്പൂരിൽ അൻവർ മത്സരിക്കുമെന്ന കാര്യം ഇന്നലെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അൻവർ റിയാസ് പോരിന് കളമൊരുങ്ങുമ്പോൾ എന്താണ് PV അൻവറിന്റെ പ്രതീക്ഷ? കാരണം CPMന്റെ ഇത്തരം ഒരു ശക്തി കേന്ദ്രത്തിൽ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ എന്ത് കണക്കുകളാണ് കോൺഗ്രസിനും PV അൻവറിനും പ്രതീക്ഷയ്ക്ക് വകയുള്ളത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം, അതായത് 2029 29,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു അട്ടിമറി നീക്കത്തിന് അൻവർ ഒരുങ്ങുമ്പോൾ അതിന് കണക്കുകളുടെ പിന്തുണയുണ്ടോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭൂരിപക്ഷം വെറും 1500-ൽ പരം വോട്ടുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇത്തവണ അവിടെ UDFന് പ്രതീക്ഷ നൽകുന്നത്. PV അൻവർ വരുന്നതോടുകൂടി വലിയ കൺസോൾട്ടേഷൻസ്, അതാണ് UDFന്റെ പ്രതീക്ഷകൾ. പക്ഷേ ഇത് നടക്കുമോ? കണ്ടറിയണം. എന്തായാലും സംസ്ഥാനത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോര് വ്യക്തമായ ഇടമായി ബേപ്പൂർ മാറുമ്പോൾ ബേപ്പൂരിലെ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? നമുക്ക് നോക്കാം ആദ്യം അവരുടെ പ്രതികരണത്തിൽ. അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് സ്ഥലം നീങ്ങുന്നു. നമുക്കിപ്പോൾ നാട്ടുകാരുണ്ട്. ചേട്ടാ, എന്തായി? അൻവറിനെ ഇന്നലെ തന്നെ നിൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റിയാസ് ആയിരിക്കും CPMന്റെ സ്ഥാനാർത്ഥി. നിങ്ങൾ തീരുമാനിച്ചോ? അല്ലെ, അവനാണ് കൊണ്ടു സാധ്യത. എന്താ തോന്നുന്നത്? അല്ല, മത്സരം നടക്കും. നല്ല മത്സരം ഉണ്ടാവും. അല്ല, ഇപ്പൊ റിയാസ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അങ്ങനൊന്നും പറയാനാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. റിയാസ് നേരത്തെ ഇവിടെ 28,000 വോട്ടിന് ജയിച്ച ആളല്ലേ, അങ്ങനെ പറ്റങ്ങോട്ട് തള്ളാൻ പറ്റില്ല. ഒരു മത്സരം നടക്കും. അല്ല, അൻവർ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെ ആ മത്സരത്തെ മാറ്റും? ഇല്ല, മത്സരം നല്ലൊരു മത്സരം നടക്കും. അത്രന്നെ, ഒന്നുമില്ല. ജയം പരാജയമൊക്കെ ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇനി ഇലക്ഷന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ആ ട്രെൻഡ് മാതിരി നടക്കും. അൻവറിൻ്റെ എങ്ങനെയാണ് അൻവറിൻ്റെ പ്രചാരണം കാര്യങ്ങളും ആളുകൾക്കുള്ള സമീപനമൊക്കെ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിലേ നടക്കുള്ളൂ. ഈ നിലവിലെ MLA തൃപ്തി ഉണ്ടോ നിങ്ങൾക്ക്? തൃപ്തി ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ വികസന കാര്യത്തിൽ ഇപ്പോൾ പോരായ്മകൾ കുറേ ഉണ്ട്. മന്ത്രി ടൂറിസം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള വികസനങ്ങളൊക്കെ കുറവാണ്. ബേപ്പൂർ പോർട്ട് ഒന്നും ഇതുവരെ ഒന്നും ഡെവലപ്പായില്ല. ബേപ്പൂർ അങ്ങാടി കണ്ടില്ല നിങ്ങൾ? അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ നിങ്ങൾ, ബേപ്പൂർ അങ്ങാടിയിലെ അവസ്ഥകൾ. അപ്പം അങ്ങനെ കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പം നല്ല കട്ടയ്ക്ക് മത്സരം നടക്കും. അതുണ്ടാവും. അൻവർ ആയതുകൊണ്ട് മത്സരം നടക്കും എന്ന് വിചാരിക്കുന്നു. ചേട്ടാ, അൻവർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെ. എങ്ങനെ തോന്നുന്നു? ഇത്തവണ കട്ട മത്സരമായിരിക്കുമോ? നല്ലൊരു മത്സരം നടക്കും. കാരണം ഇത് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ എപ്പോഴും CPMന് അനുകൂലമായ മണ്ഡലമാണ്. പക്ഷെ അൻവർ ആയതുകൊണ്ട് നല്ലൊരു മത്സരം നടക്കും. എന്നൊന്നും പക്ഷേ റിയാസിനെ മറിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. മറിക്കാൻ പറ്റുന്നതാണ് ജനങ്ങളെ പ്രതീക്ഷ. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആകാംക്ഷ തോന്നുന്നുണ്ട് അൻവർ ആയതുകൊണ്ട്. അങ്ങനെ അൻവർ ആണെന്ന് UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവറിൻ്റെ ജയിക്കുള്ളൂ. ഇവിടുത്തെ പ്രയാസം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അയാൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇവിടെ കുറേ മണ്ണും കല്ലും ഉളിമുട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയിടുക, പിന്നെ പഴയ പാലത്തിന് വേണ്ടി അടിക്കാൻ നടക്കുക, ഇതൊക്കെ തയ്യാറ് മതി. അല്ലാതെ ബേപ്പൂരിൻ്റെ കോലം കണ്ടില്ലേ? അതേപോലെ 6 കൊണയും കെടുക്കുക. ഞങ്ങളെ കൂടെ കെട്ടുകളായിരുന്നു. അപ്പം റിയാസ് തന്നെ വീണ്ടും വരും എന്നാണ് കരുതുന്നത്. മത്സരിക്കാൻ അൻവർ മത്സരിക്കാൻ വരും. റിയാത്ത് പോലും മത്സരവും, പക്ഷേ അൻവർ വരും ഇവിടെ. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM അല്ലാതെ മറ്റാരും ജയിച്ചിട്ടുണ്ടോ ഇവിടെ? കുറെ മുന്നേ ജയിച്ചതാണ് NP വഴി. അത് കൊല്ലം എനിക്ക് ഓർമ്മയില്ല. ഇലക്ഷൻ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു UDF. എന്ത് തോന്നുന്നു ഇത്തവണ ബേപ്പൂരിലൊരു? ഇവിടെ നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും. പിന്നെയാണ് ബേപ്പൂർ പോർട്ടിന്റെ ശോചാവസ്ഥ ഭയങ്കര ഇതാണ്. കാരണം ബേപ്പൂർ പോർട്ടിലേക്ക് ഒരു വർക്കും നടക്കില്ല. കോഴിക്കോട് ബേപ്പൂർ ബീച്ച്, കോഴിക്കോട് ബീച്ച് റോഡ് കാര്യം അത്യാവശ്യം കുഴപ്പമില്ല. ഫിഷിംഗ് ഹാർബർ നമ്മളെ ഈ റോഡൊക്കെ പറ്റാൻ മോശം. നല്ല ഫൈറ്റ് ഉണ്ടാവും. ഓൻ വന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നൊരു തൂങ്ങിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ചിലപ്പം ചാഞ്ഞു പോകും. കട്ട പോരാട്ടമായിരിക്കും. നല്ല ഫൈറ്റ്. എന്താ തോന്നേ? ഇവിടെ ബേപ്പൂർ ഒരു പുരോഗമനമില്ല. ഇത്രയും കാലം CPM വഹിച്ചു ഒരു പുരോഗമനമില്ല. അത് ഈ കർണാകരം ഉദ്ഘാടനം ചെയ്താൽ ഇതിപ്പോൾ പെയിന്റ് അടിച്ച് ഒന്ന് റെഡിയാക്കി. ഇതാണ് ഇപ്പോഴത്തെ വികസനം.
ബേപ്പൂരത്തെ വികസനം അപ്പോൾ ഇത്, അല്ലാതെ വേറൊരു വികസനവും ഇല്ല ബേപ്പൂരിൽ. ഇത്രയും കാലം ഒരു CPM ഭരിച്ചിട്ട് എന്ത് വികസനമാണ് നോക്കിയാൽ 100 വർഷത്തെ പഴക്കം ഉണ്ടാവും ബിൽഡിങ്ങൊക്കെ. ഈ അൻവർ മത്സരത്തിന് വരുന്നതിനെ എങ്ങനെ കാണുന്നു? അൻവർ മത്സരം പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. നിങ്ങൾക്ക് ഒരു ആവേശമായി? ആവേശമാണ് ഇവിടെ, ഫുള്ള് ആവേശമാണ്. ചേട്ടാ, അൻവർ സ്ഥാനാർത്ഥിയാവുന്ന ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. റിയാസ് തന്നെ ആയിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥിയും. എങ്ങനെ ഉണ്ടായിരിക്കും ഇത്തവണത്തെ പോരാട്ടം? തീരുമാനിച്ചില്ലല്ലോ, തീരുമാനിക്കട്ടെ. റിയാസ് ആയിരിക്കില്ലേ? മാറ്റം വരാൻ സാധ്യതയുണ്ടോ? മാറ്റം വരാൻ സാധ്യതയുണ്ടോ റിയാസിന്? മാറ്റം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നല്ല മാർക്സ് പറഞ്ഞു. ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ അൻവർ വന്നതിനെ എങ്ങനെ കാണുന്നു? ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നെന്ന് കരുതുന്നുണ്ടോ? അൻവർ വന്നൊരു മത്സരം നടക്കും. മത്സരം നടക്കും, അത്രേ ഉള്ളൂ. അത്ര മത്സരം നടക്കും. ചേട്ടാ, എങ്ങനെ തോന്നുന്നു? മത്സരം നടക്കട്ടെ, നോക്കാം നമുക്ക്. അല്ല, ഈ അൻവർ വന്നപ്പോൾ മത്സരത്തിനൊരു മാറ്റം വരുമോ? അതൊന്നും എഫക്റ്റ് ഇല്ല. അവന്റെ ആ നിലപാട് ശരിയല്ല. പണ്ട് ഒരു MLA 2 വർഷത്തിന് MLA ആയിട്ട് നിലമ്പൂർ മത്സരിച്ച് എന്നിട്ട് മൂപ്പര് സ്വന്തം ഇഷ്ടത്തിന് പുറത്തു പോയതാ. പിന്നെ അവിടെ മൂപ്പർക്ക് ആ 12,000 വോട്ട് വരെ പിടിക്കാൻ കഴിഞ്ഞില്ല നിയമസഭയിൽ. ഇല്ലേ, 12,000 ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്ത് തന്നെ ഇവിടെ ഈ ഇടതുപക്ഷ മണ്ണാണിത്. കമ്മ്യൂണിസ്റ്റ് ചാത്തുണ്ണി മാഷ് മാത്രം ഒന്ന് തോറ്റുപോയി, അല്ലാതെ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. അതൊന്നൊരു ഇതില്ല. റിയാസ് തോക്കത്തില്ല. റിയാസ് എന്നല്ല, ഒരു പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ അതിനെ കയ്യിലെടുക്കും. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് വോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുമ്പത്തെ പാർലമെന്റിൽ സ്ഥിതി നോക്കിനി അന്ന് ബേപ്പൂർ നിയോജകമണ്ഡലം എത്ര വോട്ടിന് പിന്നിലായി ചരിച്ചു വന്നപ്പോൾ 19,000 വോട്ടിന് പോകുന്നില്ലേ റിയാസ്? അതൊക്കെ ഒരു വേറെ തരികിട്ട് വ്യക്തികളായിട്ടുള്ള ഇതാണ്. ഓരോ വാർഡുകളും പഞ്ചായത്ത് ഇപ്പൊ ഒരു വ്യക്തികൾക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. ഭൂരിപക്ഷം കൂടാന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. ഇവിടെ ഒരു വികസനമൊക്കെ വരണമെങ്കിൽ അൻവർ ജയിക്കട്ടെ. കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കണേ. എന്താ ഇവിടുത്തെ ഒരു വികസനം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. ഈ അൻവർ വന്നതോടുകൂടി മത്സരം കടുക്കും അല്ലേ? കടുക്കും, അത് തീർച്ചയാണ്. അൻവർ ജയിക്കുകയും ചെയ്യും. റിയാസ് തന്നെ ആയിരിക്കും LDF സ്ഥാനാർത്ഥി. ഇവിടെ റിയാസ് അല്ലാതെ വേറെ ആയിരുന്നു? വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളൂ. ഇവിടെ റിയാസ് ജയിക്കുള്ളൂ. മുഹമ്മദ് റിയാസ്. ഈ അൻവറിന്റെ ഒക്കെ വലിയ ആവേശമാണ്. ചാപ്പൊക്കെ എടുത്ത ആളാണ്. വേറെ ആളെടുത്ത് പോയിക്കോ, നമ്മളെടുത്ത് വേണ്ട. നടക്കില്ല അല്ലേ? യെസ്, എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക്, ബേപ്പൂർ ഇത്തവണ കനത്ത പോരിന് കളമൊരുങ്ങുമെന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രാഥമിക പ്രതികരണം. സമ്മിശ്രമാണ്. ഒരു പക്ഷത്തെയും അൻവറിനെയും ഒപ്പം റിയാസിനെയും അനുകൂലിക്കുന്നവരുണ്ട്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പോര് കനക്കുമെന്ന സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് അവിടുത്തെ നാട്ടുകാരെ കണ്ടപ്പോൾ അവർ ഉറപ്പിക്കുന്ന ഒരു കാര്യം, കനത്ത പോരിത്തവണ ഉണ്ടാകുമെന്ന്. എന്തായാലും അൻവറിന് ആദ്യഘട്ടത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇനിയുള്ള ദിവസങ്ങളിലെ നീക്കം നിർണായകമായിരിക്കും അവിടെ അല്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.